Hi friends, Rowther Logsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആങ്കറിന്റെ പവർ ബാങ്ക്. ഞാൻ ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കാരണം നമ്മുടെ വേൾഡിൽ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ഉണ്ട്, MKBST എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. യൂട്യൂബ് കാണുന്നവർക്കാണെങ്കിൽ അത് അറിയായിരിക്കും പുള്ളിനെ. പുള്ളി തന്നെ ഒരു 6 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണിത്. പുള്ളിക്കൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ റിവ്യൂ ചെയ്യാൻ വരുന്ന ഒരു യൂട്യൂബറാണ്. പുള്ളി തന്നെ മാറാതെ ഇത് 6 വർഷം യൂസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഇത് വേണം. അങ്ങനെയാണ് ഞാൻ ഈ ഐറ്റം പർച്ചേസ് ചെയ്യാൻ കാരണം. അത് നമുക്ക് ആൾമോസ്റ്റ് ഒരു 7 ടൈംസ് വരെ നമുക്കൊരു ഫോൺ അല്ലെങ്കിൽ പല ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒറ്റ ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 7 വട്ടം ചാർജ് ചെയ്യാൻ പറ്റും. അത്രയും ബാക്കപ്പ് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. നല്ല കിടിലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ആങ്കറിന്റെ പവർ ബാങ്ക് ആണ്. 20,100 mAh ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. നല്ല മാസീവ് കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കസ് ലീഡിങ് USB ചാർജിങ് ബ്രാൻഡ്. അമേരിക്കൻ്റെ മോസ്റ്റ് പോപ്പുലറും മോസ്റ്റ് സെയിൽഡ് ആകുന്ന പ്രോഡക്റ്റാണ് ആങ്കറിന്റെ പവർ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. ആങ്കറിന്റെ പവർ ബാങ്ക്സ് മാത്രമല്ല വേറെയും പ്രോഡക്ട്സ് ഉണ്ട്. സ്പീക്കേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ പ്രൈസ് വെച്ച് നോക്കുമ്പം ലെസ്സാണ് വേറെയുള്ള കൂടിയ പ്രോഡക്ട്സിനെ കാട്ടി. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഒരു കിടിലം പാക്കിംഗ് ആണ്. സെറ്റപ്പ് ഒരു മാഗ്നറ്റിക് ക്ലിപ്പൊക്കെ ആയിട്ട് നമുക്ക് പവർ ബാങ്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇതിനകത്ത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത് തന്നെ ഈ സൈഡിൽ തന്നെ USBയും അതിൻ്റെ എല്ലാം ഇത് സെറ്റപ്പ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്പെക്സിൽ പറഞ്ഞേക്കുന്ന ഹൈ സ്പീഡ് ചാർജിങ് ഉണ്ട്. പിന്നെ കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട്. 2100 mAh കപ്പാസിറ്റിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ചാർജ് ഓൺ ആൻ ഐഫോൺ ഓൾമോസ്റ്റ് 7 ടൈംസ് ഓൺ ഗാലക്സി S6 5 ടൈംസ്. സോ നമ്മുടെ നോർമലായിട്ടുള്ള ഹൈ എൻഡ് ഫോൺസിൻ്റെ ഒരു ചാർജിങ് കപ്പാസിറ്റി എത്ര ടൈംസ് ചാർജ് ചെയ്യാമെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയാണ്. നല്ലൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പൊട്ടിത്തെറിക്കുക അങ്ങനെയുള്ള വിഷയസ് ഒന്നും, ഹീറ്റിംഗ് പ്രോബ്ലംസ് അങ്ങനെയുള്ള വിഷയസ് ഒന്നുമില്ല. എല്ലാം നല്ല പക്ക ജെന്യൂൻ പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് തന്നെ ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ നമ്മുടെ പവർ ബാങ്ക് ഇടാൻ വേണ്ടി ഒരു കവറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആങ്കറിൻ്റെ ഒരു ബ്രാൻഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവൽ, യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ചൈനീസിലും ഇംഗ്ലീഷിലുമാണ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് പാക്കിംഗ് ഒക്കെ നല്ലൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. പാക്കിംഗ് നല്ല പക്ക പ്രോഡക്റ്റാണ്. നല്ലൊരു ജെന്യൂൻ പ്രോഡക്റ്റാണ്. ആങ്കറിൻ്റെ പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ഞാൻ നേരത്തെ വീഡിയോയുടെ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ MKBST എന്ന് പറഞ്ഞൊരു പുള്ളി 6 വർഷമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാം നമുക്കിതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ നല്ലൊരു ജെന്യൂൻ പ്രോഡക്റ്റാണ്. ഇത് നോർമൽ ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. ടൈപ്പ് സിയോ ഐഫോൺ ചാർജറോ അല്ല, നോർമൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഫോൺസിനൊക്കെ യൂസ് ചെയ്യുന്ന ചാർജറാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്. അത്യാവശ്യം നീളമുള്ള പ്രോഡക്റ്റാണ്, നീണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ പെട്ടെന്ന് തെന്നി പോകത്തില്ല. നമുക്ക് ഫോൺ ഇപ്പോൾ ഇതിൻ്റെ മണ്ടേ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് രണ്ടും കൂടെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്നൊന്നും വഴുതി പോകാനുള്ള ചാൻസസ് ഇല്ല. എന്താ പറഞ്ഞാൽ ഫോണിനെക്കാട്ടി വിട്ട് കുറവാണ്. കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അത്യാവശ്യം ഇച്ചിരി വെയിറ്റ് ഉണ്ട്. 20,100 mAh എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. ബ്ലൂ ലൈറ്റ്സ് ആണ് നമ്മുടെ ഇതിൻ്റെ കട്ട ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര ചാർജ് ഉണ്ടെന്നുള്ളത്. പിന്നെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ജെനുവിൻ പ്രോഡക്റ്റാണ്. നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ തന്നെ പല ഡിസൈൻസ് വരുന്നുണ്ട്. ഞാൻ ഈ ഡിസൈൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഫോണുമായിട്ട് എപ്പോഴും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം. നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഈ കവറിനകത്ത് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കേബിൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇത് പിടിച്ച് ടൈറ്റ് ചെയ്തിട്ടാൽ മതി. കവറിനകത്ത് തന്നെ ഇരുന്നോളും. അപ്പോൾ പിന്നെയും നമ്മുടെ ഫോൺ കയ്യിൽ നല്ലൊരു വിത്ത് ഹോൾഡായിട്ട് നല്ല ഹോൾഡ് ചെയ്ത് നിൽക്കുന്നൊരു സാധനമാണ് ഈ കവറും കൂടെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് ഇല്ലയോ എന്ന് അറിയണമല്ലോ. അതൊക്കെ ഓക്കെയാണ്. ചാർജ് ആവുന്നുണ്ട്. അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് ചാർജ് ആവുന്നതായിട്ട്. യൂസേഴ്സ് റിവ്യൂ തന്നെ യൂട്യൂബിൽ വേറെ ഉള്ളത് തന്നെ നല്ല യൂസർ റിവ്യൂ ആണ് പ്രോഡക്റ്റിനുള്ളത്. നല്ലൊരു വർത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്ക് ആ
പൈസ ഒരിക്കലും ലോസ് ആവില്ല. ഇതിൻ്റെ മേളിലൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പ്രോഡക്റ്റ് ഉടനെ പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യവും തന്നെ. അത്ര ഒരു ജെന്യൂനായിട്ട് നല്ല മാർക്കറ്റിൽ നല്ലൊരു പേരുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു 4000 സംതിങ് റേഞ്ചാണ് പ്രൈസ് വരുന്നത്. നല്ലൊരു പ്രൈസാണ്. പക്ഷേ ആ പ്രൈസ് കൊടുത്താലും വർത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞാൽ യൂസർ റിവ്യൂ. ഞാൻ യൂട്യൂബിനകത്ത് തന്നെ കുറേ സെർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഇതെടുത്തത്. യൂസർ റിവ്യൂ അടിപൊളി പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞാൽ നല്ല ആ പൈസ കൊടുത്താൽ തന്നെ വർത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ പെട്ടെന്നൊരു ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് MKBHD എന്ന് പറഞ്ഞ യൂട്യൂബർ 6 കൊല്ലമായിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനൊരു നമുക്ക് മാറി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് തന്നെ നമുക്ക് അറ്റ്മോസ്റ്റ് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 4000 രൂപയാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആസ് ഓൾവേസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്. Fuck her in the Benz.